ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ കിടപ്പാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതുവരെ ഉറക്കത്തിൽ എഴുന്നേറ്റില്ല. അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഇന്ന് 11 നേരത്തെ എഴുന്നേറ്റ് ഫോണൊക്കെ കുത്തിയിട്ടിട്ട് പിന്നെ കിടന്നുറങ്ങിപ്പോയത്. അപ്പോൾ അതേ ചായ കുടിക്കാൻ പോകാൻ സമയമായി. അങ്ങനെ ഞാൻ കുറച്ച് നേരം പുറത്തോട്ടൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. ഇങ്ങോട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അങ്ങനെ എണീറ്റ് പിന്നെ പാവനെ കളിപ്പിച്ച് കുറച്ച് ക്യൂട്ട് എക്സ്പ്രഷനൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കുന്ന ശീലമുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല, നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതങ്ങ് ശീലമാക്കി. അങ്ങനെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി ഫ്രഷായി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പുറത്തോട്ട് പോകാണല്ലോ. എന്തായാലും പുറത്ത് നല്ല വെയിലാണ്. അപ്പോൾ നമുക്ക് സൺസ്ക്രീൻ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. എന്താണെങ്കിലും നമ്മുടെ സ്കിന്നാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ സൺസ്ക്രീനൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് അത് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചൊരു ലിപ് ബാം ആട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് ഇടാറുണ്ട്. അങ്ങനെ അത് ഇട്ട് ഞാൻ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി ഞങ്ങളതേ പുറത്തോട്ട് ഇറങ്ങി ചായ കുടിക്കാനായിട്ട് പോകാം കേട്ടോ. അപ്പം ഞാൻ പുറകെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അവൾമാരിതേ ഞാനോട്ട് യാതൊരു വിധ ബന്ധമില്ലാത്ത പോലെ ഫ്രണ്ടേ പോകുന്നുണ്ട്. കാരണം അവൾമാർക്ക് വീഡിയോയിൽ വരുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ നമ്മളിങ്ങനത്തെ പോകുമ്പോഴത്തേക്കും ഓരോ വീടിന് ചുറ്റും ഇങ്ങനെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ കോലം വരച്ചിട്ടിരിക്കുന്ന കാണാം. നല്ല ഭംഗിയാട്ടോ. അത് അവരുടെ ആചാരം. അങ്ങനത്തെ നമ്മൾ ചായക്കടയിലെത്തി ചായക്കൊക്കെ പറഞ്ഞു. അപ്പോൾ ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. നല്ല ചൂടുള്ള ചായ. അപ്പോൾ നമ്മൾ ചായ കുടിച്ചു കഴിഞ്ഞാലും ചായ കുടിച്ചിരാത്തൊരു ചങ്കത്തി അവൾ ഭയങ്കര സ്ലോ. അപ്പം നമ്മൾ അവളെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ച് വരുന്ന വഴിക്ക് കടയിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പാസ്ത വാങ്ങിച്ചിട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചു. വെള്ളം തിളച്ചിരുന്നപ്പോഴത്തേക്കും നമ്മൾ പാസ്ത അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് ബോയിലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ പാടി മസാലപ്പൊടി ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഭക്ഷണം കേട്ടോ പാസ്തയൊക്കെ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.